Hi and welcome to the new video. The last lecture നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുറിയർ ട്രാൻസ്ഫോമിന്റെ കണ്ടിന്യൂസ് ടൈം ഫുറിയർ ട്രാൻസ്ഫോമിന്റെ. സോ ഇതിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. The question is find the inverse Fourier transform of the following. First question del of omega, second one del of omega minus omega 0. Then using the above result find the Fourier transform of x of t equal to 1 or general case you can say it as a DC signal. Okay. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞിട്ട് ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് യൂണിറ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് സിഗ്നലിൻ്റെ ഒരു DC സിഗ്നൽ എന്ന് വേണമെങ്കിൽ പറയാം വിത്ത് മാഗ്നിറ്റ്യൂഡ് 1 അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാനാണ് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ കാണണം, ആ റിസൾട്ട് യൂസ് ചെയ്ത് എങ്ങനെ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് സിമ്പിൾ റിലേഷൻസ് ആണ് ആക്ച്വലി ഇവിടെ ഡിറൈവ് ചെയ്യുന്നത്, അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഫസ്റ്റത്തേൽ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ഓഫ് ജെ ഒമേഗ ആണല്ലോ. എക്സ് ഓഫ് ജെ ഒമേഗ തന്നിട്ടുണ്ട് എന്താ ഡെൽ ഓഫ് ഒമേഗ, അതായത് യൂണിറ്റ് ഇമ്പൾസ് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്താൽ നമുക്ക് എക്സ് ഓഫ് ടി കിട്ടും. എക്സ് ഓഫ് ടി ഈക്വൽ ടു എന്തായിരുന്നു 1/2π ഇൻ്റഗ്രേറ്റ് ഓവർ -∞ to ∞. ഇവിടെ എന്ത് വരും, എക്സ് ഓഫ് ജെ ഒമേഗ വരും ഇൻറ്റു ഇ റേസ് ടു പവർ എന്താ പോസിറ്റീവായിട്ട് മാറും ജെ ഒമേഗ ടി ഡി ഒമേഗ എന്നായിട്ട് മാറും. ഡി ടി അല്ല ഡി ഒമേഗ എന്നായിട്ട് മാറും. ഓക്കെ, ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ട്, അത് എഴുതി വെച്ചിട്ട് അതിൻ്റെ ബേസിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള സിഗ്നൽ ഇമ്പൾസ് സിഗ്നലാണ്. ആ ഇമ്പൾസ് സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇവിടെ ചെയ്യാനൊന്നുമില്ല. അതായത് നമുക്കറിയാം ഡെൽ ഓഫ് ഒമേഗയാണല്ലോ തന്നിട്ടുള്ളത്. ഡെൽ ഓഫ് ഒമേഗ യൂണിറ്റ് ഇമ്പൾസ് ആണ്, ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. എവിടെ മാത്രം അറ്റ് ഒമേഗ ഈക്വൽ ടു 0യിൽ. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ് ഒമേഗ 0യിൽ ഈക്വൽ ടു 0 ഫോർ ഓൾ അതർ വാല്യൂസ്. അതായത് ഒമേഗ നോട്ട് ഈക്വൽ ടു 0ക്ക് അതിൻ്റെ വാല്യൂ 0 ആണ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, മുന്നേ ഞാൻ കഴിഞ്ഞ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ ഡെൽ ഓഫ് ഒമേഗ വേഴ്സസ് ഒമേഗ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് നമുക്ക് എന്താ ഇങ്ങനൊരു സിഗ്നലാണ് കിട്ടുക. അതായത് യൂണിറ്റി മാഗ്നിറ്റ്യൂഡ് ആയിട്ട് ഒറിജിനൽ മാത്രം 0യിൽ മാത്രം വാല്യൂ. അപ്പോൾ അത് തന്നെ എവിടെയും ചെയ്യാനുള്ളൂ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് മാത്രം മതി, ഒമേഗ ഈക്വൽ ടു 0ൻ്റെ കേസ് മാത്രം മതി. അപ്പോൾ 1/2π എന്തായാലും അവിടെ തന്നെ ഉണ്ട്. ബാക്കി ഇൻ്റഗ്രൽ മുഴുവൻ പിടിച്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതിൽ മുന്നേ ഇത് വെറുതെ എഴുതിയതിന് ശേഷം അതിലേക്ക് പോകാം. ഇൻ്റഗ്രൽ നമുക്ക് ഉള്ളത് -∞ to ∞ ഡെൽ ഓഫ് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ സ്റ്റെപ്പും കൂടി എഴുതി പോകാന്ന് മാത്രം ഈക്വൽ ടു 1/2π. ഇവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽ ഓഫ് ഒമേഗയുടെ വാല്യൂ 1 ആണ്. ഇ റേസ് ടു ഒമേഗയ്ക്ക് നമ്മൾ എന്ത് ഇട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് വരുള്ളൂ ഇ റേസ് ടു 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 1/2π. ഇത്രയാണ് എന്തിൻ്റെ ഡെൽ ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു റിസൾട്ടായിട്ട് നമുക്ക് അവിടെ പറയാമല്ലോ, എന്തെന്ന് പറയാം, we can say ഫോറിയർ ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ പറയാട്ടോ. ഫോറിയർ ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഡെൽ ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു 1/2π. ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു ബേസിക് റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിനൊന്നും കൂടി വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു വേറൊരു ഭംഗിയുള്ള ഫോമിലേക്ക് ആക്കാം. അപ്പോൾ എന്തെടുക്കുക, ഈ 2π ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തു വെച്ചിരിക്കുക. കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുറത്ത് 2π വന്നാലും ഇതിൻ്റെ ഉള്ളിൽ എടുത്താലും വ്യത്യാസം വരാമില്ല. സോ ഫോറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 1. അപ്പോൾ ഈ ഫോറിയർ ഇൻവേഴ്സ് വേണമെങ്കിൽ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വെറും ഫോറിയർ എന്നായില്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഇത് അപ്പുറത്തേക്ക് പോയി ഞാൻ ലെഫ്റ്റിലേക്ക് എഴുതുന്നത് മാത്രം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം എന്ന മീനിങ് ആണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി 2π ഡെൽ ഓഫ് ഒമേഗ എന്ന് കിട്ടി. ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള വേറെ ഒരു ഇതുണ്ടായിരുന്നത്. യൂസിങ് ദ എബോവ് സോൾവ് എന്താ ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ DC സിഗ്നൽ അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ. അപ്പോൾ ഇത് നമുക്കൊരു എന്തായിട്ട് പറയാം, റിലേഷനായിട്ട് ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇത് 1ൻ്റെ ഇതേപോലെ നമുക്ക് എന്ത് DC സിഗ്നൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാലോ. 1ൻ്റെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കോൺസ്റ്റന്റ് ഒരു കെ എന്നാണോ അല്ലെങ്കിൽ വാല്യൂ എന്ന് വിചാരിക്കുക. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ ആണെങ്കിൽ എന്തെന്ന് വരും ആ ഒരു കെ കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് മാത്രം. കെ ഇൻറ്റു 2π ഡെൽ ഓഫ്
ഒമേഗ എന്നുള്ള രീതിയിലും വേണമെങ്കിൽ നമുക്ക് പറയാം. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിനെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം എന്ന രീതിയിൽ. ബാക്കി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് വരും. 1ന്റെ റിസൾട്ട് നമുക്ക് ഇതറിയാം. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടി എന്താ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഡെൽ ഓഫ് ഒമേഗ. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് ഒമേഗ 1/2π. അതിൽ നമുക്ക് കിട്ടിയ റിലേഷൻ ആണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 = 2π ഡെൽ ഓഫ് ഒമേഗ. നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നത്? സെക്കൻഡ് വൺ തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ എക്സ് ഓഫ് ഒമേഗ ജെ ഒമേഗ എന്ന് തന്നെ എടുക്കാം. എക്സ് ഓഫ് ജെ ഒമേഗ = ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0. അതും യൂണിറ്റ് ഇമ്പൾസ് തന്നെയാണ്, ബട്ട് ഷിഫ്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതും നമുക്കറിയാം എന്താ, ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 വാല്യൂ എന്ത് വരും? 1 വരും. എവിടെ? ഈ സാധനം 0 ആവുന്ന കണ്ടീഷനാണ്, അതായത് ഒമേഗ = ഒമേഗ 0 ആവുന്ന കേസിൽ. അല്ലാത്തവർക്കൊക്കെ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ആ ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് വെറും ഒമേഗ എന്ന് മാത്രമാണെങ്കിൽ അത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി. മൈനസ് ഒരു സാധനം ഉണ്ടെങ്കിൽ ഒമേഗ എന്ത് കൊടുക്കണം? നമ്മൾ ഒമേഗ 0 എന്ന് വേണം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അത്രേ വരുന്നുള്ളൂ, അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമുക്കിവിടെ IDFTയുടെ ഇക്വേഷൻ ആയി എന്താ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുക. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ ഓവർ -∞ to ∞ എക്സ് ഓഫ് ജെ ഒമേഗ e⁻j⍵t dt. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/2π integral over -∞ to ∞ del of omega minus omega 0 e⁻j⍵t dt. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വരയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഇത് ഒമേഗ, ഇതാണ് നമ്മളുടെ ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 എന്ന സിഗ്നൽ വരയ്ക്കുന്നത്. ശരിക്കും ഒറിജിനൽ ഉണ്ടായിരുന്നത് ഷിഫ്റ്റ് ആയിട്ട് അവിടേക്ക് എത്തണം, ഒമേഗ 0 എന്നുള്ള പോയിന്റിലേക്ക് എത്തണം. ഇതാണ് വരിക ഇതിൻ്റെ ഗ്രാഫ് 1. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒമേഗ 0, വേറെ എല്ലായിടത്തും അതിൻ്റെ വാല്യൂ 0, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അപ്പോൾ ഇതിവിടെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2π അതേപോലെ തന്നെ എഴുതുക. ഇൻ്റഗ്രേഷൻ്റെ ആവശ്യം വരുന്നില്ല, ഇതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. പക്ഷെ ഒമേഗയ്ക്ക് എന്ത് കൊടുക്കണം? നമ്മൾ ഒമേഗ 0 എന്ന് കൊടുക്കണം. അപ്പോൾ ഇതെന്ത് വരും? e⁻j⍵0t എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് ഈക്വൽ ടു എന്ന് വരും, അല്ലെങ്കിൽ നമുക്കിത് പറയാം എന്താ, ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് എന്തിൻ്റെയാണ് നമ്മൾ ചെയ്തിരുന്നത്? ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 ഈക്വൽ ടു എന്താ കിട്ടിയ? e⁻j⍵0t ഡിവൈഡഡ് ബൈ 2π എന്നാണല്ലോ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒരു റിലേഷൻ രീതിയിൽ വേണമെങ്കിൽ അതും നമുക്കിവിടെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? e⁻j⍵0t എന്ന് കിട്ടും അല്ലേ? അല്ലെങ്കിൽ ഈ ഫൊറിയർ ഇൻവേഴ്സ് അപ്പുറത്തേക്ക് എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എന്നുള്ള രീതിയിൽ എഴുതാം. എന്താ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഏതാ? e⁻j⍵0t ഈക്വൽ ടു എന്ത് വരും? 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0. ഇതും ഒരു റിലേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ സൈനിൻ്റെയും കോസൈനിൻ്റെ ഒക്കെ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് ഇത് പറഞ്ഞു വന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് റിലേഷൻസ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ e⁻j⍵0t എങ്ങനെയാണെങ്കിൽ e⁻−j⍵0t വരുമ്പോൾ എന്താവും? മൈനസ് മാറിയിട്ട് പ്ലസ് ആവും. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ഒമേഗ 0t. അപ്പോൾ കോസിൻ്റെയും സൈനിൻ്റെയും ഒക്കെ വന്നപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഈ റിലേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം വരുന്നത്. അതായത് അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ എന്നുള്ള രീതിയിൽ നമുക്കറിയാലോ. എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കോസ് ഒമേഗ 0t ആണ്. നമുക്കത് ഇയുടെ പവറായിട്ട് എഴുതാൻ അറിയാം. എങ്ങനെ എഴുതുക? ഹാഫ് 1/2 ഇൻറ്റു e⁻j⍵0t പ്ലസ് e⁻−j⍵0t. ഇത് അറിയുന്നതാണ്. കാരണം കോസ് തീറ്റ ഈക്വൽ ടു എന്താ? e⁻j⍵θ പ്ലസ് e⁻−j⍵θ ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ ആ റിലേഷൻ പ്രകാരം എഴുതുക. തീറ്റയ്ക്ക് വരും ഒമേഗ 0t ആണ് മാത്രം. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? അതായത് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഈ സംഭവം ഒന്നും വരും. അപ്പോൾ അതിനെ നമുക്ക് ആ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ്
ഇ റേസ് ടു ജെ ഒമേഗ 0t പ്ലസ് ഹാഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0t എന്ന് എഴുതാം. ഇനി തൊട്ട് മുന്നേ പറഞ്ഞ റിലേഷൻ ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു റിലേഷൻ? ഇ റേസ് ടു ജെ ഒമേഗ 0tയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ 2π del ഓഫ് ഒമേഗ മൈനസ് കൊടുക്കണം. പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് വരുമ്പോൾ എന്തായി വരും? പ്ലസ് ആയിട്ട് വരും. ഇത് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു എന്ത് വരും? ആദ്യത്തെ രണ്ടിലും 1/2 ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ കോമൺ ആയിട്ട് എടുത്ത് എഴുതുന്നു. അപ്പം അങ്ങനെ എഴുതുകയാണെങ്കിൽ എന്ത് വരും? 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 വരും. അടുത്ത കേസിൽ മൈനസ് വരുമ്പോൾ മൈനസ് എന്താവും? പ്ലസ് ആവും. അത്രേ ഉള്ളൂ. 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ 0 എന്ന് വരും. ഇതിൽ വേണമെങ്കിൽ 1/2 ക്യാൻസൽ ആയി കളയാം. 2 എല്ലാത്തിലും ഉണ്ടല്ലോ. സോ ഈക്വൽ ടു എന്ത് കിട്ടും? പൈ വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ 0 പ്ലസ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0. അതെങ്ങനെ വേണമെങ്കിലും എഴുതാം. ആദ്യ രീതിയിലും രണ്ടാം രീതിയിലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മളുടെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടുക. വളരെ സിമ്പിളാണ്. ആ റിലേഷൻ ഓർത്ത് വെച്ചാൽ ഈ റിലേഷൻ ഓർത്ത് വെച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്തിൻ്റെയും കാണാം, സൈനിൻ്റെയും കാണാമല്ലോ. സോ ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ഒമേഗ 0t. സുഖമാണ്. എന്ത് എഴുതിയാൽ മതി? എക്സ് ഓഫ് ടീനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഇതിൽ എഴുതുന്നത് എഴുതുക. സോ സൈൻ ഒമേഗ 0t ഈക്വൽ ടു എന്തായിരുന്നു? 1/2j അല്ലേ? 1/2j ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ 0t മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0t എന്നാണ് വരിക. ഇതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു എന്ത് വരും? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഈ ടേം വരും. സോ അത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2j ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ 0t ആദ്യത്തത് മൈനസ് 1/2j ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0t. അപ്പോൾ അത് വെറുതെ കൊടുക്കുക ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല. ഫൈനലി നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് 2 ക്യാൻസൽ ആയി പോകും. 1/j നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? -j എന്ന് എഴുതാം. ഫൈനലി അപ്പോൾ നമുക്ക് റിസൾട്ടിൽ ഉണ്ടാവുക -jπ. പൈയും കൂടി പുറത്തേക്ക് എടുക്കാം. -jπ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 മൈനസ് ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ 0 എന്ന് വരും. ഇത് വെറുതെ നിങ്ങൾ ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതാഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ. സോ ജസ്റ്റ് ആ റിലേഷൻസ് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു യു ഓഫ് ടി പ്ലസ് 2 മൈനസ് യു ഓഫ് ടി മൈനസ് 3. ഇതാണ് നമുക്കിവിടെ എടുക്കുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ യു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലിമിറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് യു വരുന്നത് അല്ലേ? ഇപ്പോൾ വെറും യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 to ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പോൾ യു ഓഫ് ടി പ്ലസ് ടി എന്താ, ടി പ്ലസ് 2 എന്താണെന്ന് പറയുന്നത് യു ഓഫ് ടി മൈനസ് 3 എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് പലപ്പോഴും പ്രശ്നം വരിക. അപ്പോൾ സിഗ്നൽ വരയ്ക്കാൻ അറിയണം. സിഗ്നൽ വരയ്ക്കാൻ അറിയുമെങ്കിൽ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ. അപ്പോൾ യു ഓഫ് ടി എന്തായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് ടി യു ഓഫ് ടി എങ്ങനെ വരിക? ഒറിജിനിൽ നിന്ന് ഇൻഫിനിറ്റ് ആയിട്ട് 1 മാഗ്നിറ്റ്യൂഡ് നിൽക്കുന്നതാണ് യു ഓഫ് ടി. അപ്പോൾ ടി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. അതായത് അഡ്വാൻസ് ചെയ്യാന്നാണ് പ്ലസ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ഇതിൽ നിന്ന് നമുക്കിവിടെ രണ്ടെണ്ണം വരയ്ക്കാണ്ടല്ലോ. അപ്പോൾ യു ഓഫ് ടി പ്ലസ് 2 യു ഓഫ് ടി പ്ലസ് 2 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? 2 യൂണിറ്റ് ഞാൻ പിന്നിലേക്ക് വലിക്കേണ്ടി വരും. അപ്പോൾ 2 യൂണിറ്റ് പിന്നിലേക്ക് വലിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതായത് -2ലേക്ക് എത്തും. ഓക്കെ. -2ലേക്ക് സാധനത്തും മാഗ്നിറ്റ്യൂഡ് 1. അപ്പോൾ അതേപോലെ ഒരെണ്ണം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് യു ഓഫ് ടി മൈനസ് 3. ടി മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഷിഫ്റ്റ് ആണ് അല്ലേ? ഡിലേ ചെയ്യുകയാണ്. അപ്പോൾ അതും ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ അതാണ് എളുപ്പം. സോ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഇവിടെ വരയ്ക്കുന്നത് മാത്രം. സോ 3 യൂണിറ്റ് ഇങ്ങോട്ട് തള്ളേണ്ടി വരും. ഇപ്പോൾ 3 യൂണിറ്റ് ഇങ്ങോട്ട് തള്ളി. ഇപ്പോൾ ഇത് 3ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആക്ച്വൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? യു ഓഫ് ടി പ്ലസ് 2 മൈനസ് യു ഓഫ് ടി മൈനസ് ഈ രണ്ടും തമ്മിൽ കുറയ്ക്കണം. അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ -2 തൊട്ടിട്ട് ഏത് വരെയുള്ള വാല്യൂ മാത്രമേ നിൽക്കുള്ളൂ? ഇത് വരെ ഉള്ളത് അല്ലേ? ഇതിന്ന് ഇത് താഴത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇതിന് ശേഷമുള്ളത് രണ്ടാൾക്കും കോമൺ ആണ് അല്ലേ?
ഇതിന്ന് അങ്ങോട്ടുള്ളത് ഇതിനുണ്ട് ആ ഭാഗം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് മാത്രമേ നിൽക്കുള്ളൂ? -2 to 3 വരെയുള്ള പോർഷൻ മാത്രമേ നിൽക്കുള്ളൂ. അതായത് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് അവിടെ കിട്ടാൻ പോകുന്ന ആ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉണ്ടാവുള്ളൂ? -2 തൊട്ടിട്ട് 3 വരെ ഇതാണ് സാധനം ഉണ്ടാവുക. -2 to 3 മാഗ്നിറ്റ്യൂഡ് 1. ഇതാണ് നമ്മളുടെ u ഓഫ് t+2 മൈനസ് u ഓഫ് t-3. ഇത്രയും കാര്യം വരച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ, പിന്നെ വെറുതെ മനസ്സിലാലോചിച്ച് കിട്ടുന്നതായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഈ എക്സ്പോണന്റിന്റെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ആ എക്സ്പോണന്റ് എന്തിൽ മാത്രമായി ചുരുങ്ങും? ഈ ഒരു റേഞ്ചിലേക്ക്. നമ്മൾ ലിമിറ്റ് -2 to 3 വരും. അത്രയാണ് അതിൽ നിന്ന് ഇത്രയും പറഞ്ഞു വന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ഹിയർ നമ്മൾ എക്സ് ഓഫ് ജെ ഒമേഗ ഫുറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ തുടങ്ങാം. എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു -j ഒമേഗ ടി ഡി ടി. ഇതാണ് നമ്മൾ ബേസിക് ഇക്വേഷൻ. ഇതിൽ നമുക്കിപ്പോൾ കാര്യങ്ങൾ അറിയാം. എന്താ ഇത് തന്നിട്ടുണ്ട്? -2 to 3 വരെ കൊടുത്താൽ മതി. -2 to 3 എക്സ് ഓഫ് ടിക്ക് പകരം എന്ത് കൊടുക്കുക? ഇ റേസ് ടു -3t. ബാക്കിയുള്ള എഴുതണ്ട, കാരണം അത് 1 ആണ് അല്ലേ? 1 ആണ് മാഗ്നിറ്റ്യൂഡ്. ബാക്കി ഇവിടെ ഉള്ളത് ഇ റേസ് ടു -j ഒമേഗ ടി ഡി ടി. അത്രയാണ് വരുന്നത്. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് എഴുതുക. ഇന്റഗ്രൽ -2 to 3 ഇ റേസ് ടു -3 + j ഒമേഗ ഇൻറ്റു ടി ഡി ടി എന്ന് എഴുതാം അല്ലേ? അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഇത് തന്നെ കിട്ടും. എന്നിട്ട് അതിൽ ലിമിറ്റുകൾ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇ റേസ് ടു -3 + j ഒമേഗ ടി ഡിവൈഡഡ് ബൈ -3 + j ഒമേഗ വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യണം ഫ്രം -2 to 3. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് 3 കൊടുക്കണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരും മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും? -1/3 + j ഒമേഗനെ വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതി വയ്ക്കാം. ബാക്കി ഇവിടെ വരാവുന്നത് എന്താണ്? ഇ റേസ് ടു -3 + j ഒമേഗ അപ്പർ ലിമിറ്റ് 3. അപ്പോൾ ടിക്ക് വരാൻ 3 മൈനസ് ഇ റേസ് ടു എന്താ ഇനി വരാൻ പോകുന്നത്? ലോവർ ലിമിറ്റ് -2 ആണ്. അപ്പോൾ മൈനസും പ്ലസ് ആവും. അപ്പോൾ 3 + j ഒമേഗ ഇൻറ്റു 2 ഇത്രയാണ് വരിക. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ.